Good morning, all. Good morning, ma'am. Good morning, Miss. Good morning. Good morning, Miss. Good morning, ma'am. Good morning, all. Prayer പറയുന്നു കേട്ടോ. Prayer. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand, we will walk hand in hand, we will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thought of the day. Opportunities don't come to you, create them yourself. Thank you, ma'am. Okay. നമ്മള് നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? അതെ, ma'am. നീഡ്സില് നിങ്ങള് സെമിനാർ ഒക്കെ കഴിഞ്ഞു അല്ലെ? ഇമോഷൻസ് എടുത്തു തുടങ്ങി തോന്നുന്നു. റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം ഇന്ന് സെമിനാർ. ആണോ? സെമിനാർ ടോപ്പിക്കുകൾ തന്നിട്ടുണ്ട്. ടോപ്പിക് ഉണ്ട് മാം. എഴുതി വെച്ചത് നോക്കട്ടെ കേട്ടോ. ഓക്കെ. ജെൻസി, വിദ്യ, ആരതി, ഓക്കെ, നർമ്മിത ഉണ്ട്, അർസു ചോദിച്ചോളൂ, സബിത. ഓക്കെ, നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം. ജെൻസി പ്രസന്റ് ചെയ്യാലോ? Yes, ma'am. Affection is one of the most beautiful and natural human emotion. It is the feeling of love, care, warmth, and attachment that we show towards others. Affection help us build strong relationship and create emotional bonds between people. It is expressed through kind words, gentle actions. അഫെക്ഷൻ അഥവാ വാത്സല്യം മനുഷ്യന്റെ ഏറ്റവും മനോഹരവും സ്വാഭാവികവുമായ വികാരങ്ങളിൽ ഒന്നാണ്. അനുരാഗം, സ്നേഹം, കരുതൽ, അടുപ്പം, ആത്മബന്ധം എന്നീ വികാരങ്ങളാണ് അഫെക്ഷന് അടിസ്ഥാനം. മനുഷ്യബന്ധങ്ങളെ ശക്തമാക്കുകയും മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകുകയും ചെയ്യുന്ന ഒരു മഹത്തായ വികാരമാണ് വാത്സല്യം. വാത്സല്യത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിനും സാമൂഹ്യ വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. വിശ്വാസം, സുരക്ഷിതത്വം നൽകുന്നു, മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ശക്തമാക്കുന്നു. വാത്സല്യം ലഭിക്കുന്ന കുട്ടികൾ മാനസികമായി സ്ഥിരതയുള്ളവരായി വളർന്നു വരുന്നു. വാത്സല്യം പ്രകടിപ്പിക്കുന്ന വഴികൾ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടിപ്പിക്കാം. സ്നേഹപൂർവമായ വാക്കുകൾ, സഹായഹസ്തം നീട്ടുക, ശ്രദ്ധയോടെ കേൾക്കുക, പുഞ്ചിരിക്കുക, സമയം ചിലവഴിക്കുക. ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാം. വാത്സല്യം മനുഷ്യ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഒരു മഹത്തായ വികാരമാണ്. ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം വാത്സല്യം മനസ്സിലാക്കി അതിനെ തുറന്നു പ്രകടിപ്പിക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, a mother gently hugs her child when the child is scared. She speaks softly and comforts the child. This caring behavior shows her affection. കുഞ്ഞു ഭയപ്പെട്ടാൽ അമ്മ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുകയും കരുതലോടെ സമീപിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സ്നേഹം അവരെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. സുഹൃത്തുക്കൾ തമ്മിലും അഫെക്ഷൻ ഉണ്ടാകും. സുഹൃത്ത് ദുഃഖിതനായി ഇരുന്നാൽ അവന്റെ അടുത്തിരുന്ന് സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കരുതലും പിന്തുണയും സ്നേഹവും നൽകുന്നതിന് ഉദാഹരണമാണ്.
വാത്സല്യം എന്നത് ഒരാളോടുള്ള സ്നേഹവും കരുതലും അടുപ്പവും സൂചിപ്പിക്കുന്ന ഒരു മനോഹരമായ വികാരമാണ്. താങ്ക് യു മാം. ഓക്കെ നന്നായിരുന്നു കേട്ടോ. മിസ്റ്റർ ഹ്യൂമർ, ലവ്ലി, സോറി, വിദ്യ പ്രസിദ്ധ ചെയ്യാലോ. യെസ് മാം. ഗുഡ് മോർണിംഗ് മാം. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ചിരിപ്പിക്കുക, അവരവരുടെ സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ചിരിയിലൂടെ ചെറുതായി കാണാൻ സാധിക്കുന്നു. നല്ല ഒരു ഹ്യൂമർ സെൻസ് ഉള്ള വ്യക്തി ചുറ്റുമുള്ളവർക്ക് സന്തോഷം തരുന്നു. ഹ്യൂമർ പലതരത്തിലുണ്ട്. ചിരിപ്പിക്കുന്ന കഥകൾ, തമാശകൾ പറയുക, വാക്കുകൾ, മുഖത്തെ ഭാവങ്ങൾ, പ്രവർത്തനത്തിലൂടെ ചിരിപ്പിക്കുക, സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ രസകരമായി പറഞ്ഞ് മറ്റുള്ള വ്യക്തികളെ സന്തോഷിപ്പിക്കുക, സ്വയം എന്തെങ്കിലും തെറ്റു വന്നാൽ ഒന്ന് ചിരിച്ച് സ്വയം ഏറ്റെടുക്കുക. ഇങ്ങനെ ഹ്യൂമറിലൂടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ചെറുതായി കാണുന്നു. ആളുകളെ ചിരിപ്പിക്കാനുള്ള കഴിവ് ചില വ്യക്തികൾക്ക് നന്നായി ചെയ്യാൻ കഴിയും. ഉദാഹരണം ചാർലി ചാപ്ലിൻ. ഹ്യൂമർ ജീവിതത്തിലെ പ്രധാന ഒരു ഘടകമാണ്. ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു, മനോഭാവം മെച്ചപ്പെടുത്തുന്നു, ബന്ധങ്ങൾ ശക്തമാക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, പഠനത്തിൽ താല്പര്യം കൂട്ടുന്നു. സ്കൂളുകളിൽ അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഹ്യൂമർ ഉപയോഗിച്ചാൽ പഠനം കൂടുതൽ രസകരമാകും. ദൈനംദിനത്തിലെ ഹ്യൂമർ. ദിനചര്യയിൽ ചെറിയ തമാശകളും ചിരികളും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. പരീക്ഷ സമയത്ത് പോലും ചെറിയൊരു തമാശ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഹ്യൂമർ ജീവിതത്തിലെ സുന്ദരമായ ഒരു ശക്തിയാണ്. പ്രശ്നങ്ങളെ പോലും ചിരിയോടെ നേരിടാൻ ഇത് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് നല്ല ഹ്യൂമർ വളർത്തി നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിനും സന്തോഷകരമാക്കാം. താങ്ക് യു മാം. ഓക്കെ നന്നായിരുന്നു. ഫിയറോ? ഓക്കെ മാം. ഭയം എന്നത് ഒരു അപകടം, ഭീഷണി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യം നേരിടുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ആശങ്കയും ഭീതിയും കലർന്ന ഒരു വികാരമാണ്. നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യത്തെ പേടിക്കുന്നുണ്ടായിരിക്കും. എക്സാമിന് പേടിക്കുന്നവർ ഉണ്ട്. ഞാൻ ഉൾപ്പെടെ ഒരു കാലത്ത് എക്സാം സമയത്ത് ഒത്തിരി പേടിച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റേജിൽ കയറുമ്പോൾ പേടിക്കാറുണ്ട്. ഹാർട്ട് ബീറ്റ് ആ സമയത്ത് കൂടുതലായിരിക്കും. പേടി, ഭയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ തകർക്കാൻ വരുന്നതല്ല, നമ്മളെ ശക്തരാക്കാൻ വരുന്നതാണ്. ഭയം നമുക്ക് രണ്ട് വഴികളാണ് കാണിക്കുന്നത്. പിന്മാറാനുള്ള വഴി, മറ്റൊന്ന് മുന്നോട്ട് പോകാനുള്ള വഴി. നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് മുന്നോട്ട് പോകാനുള്ള വഴിയാണ്. ഒരിക്കൽ ഒരു സ്റ്റേജിൽ കയറുമ്പോൾ സംസാരിക്കാൻ പേടി തോന്നാറുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് ആദ്യം ചെറിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. പിന്നെ അത് വലിയ പ്രസംഗിക്കുന്ന രീതിയിലോട്ട് മാറിത്തീരാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുപോലെ എക്സാമിന് പേടിയുണ്ടെങ്കിൽ എപ്പോഴും പഠിക്കുന്നതിൽ 1 മണിക്കൂറിലധികം പഠിക്കുക. ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല, ഭയത്തോടൊപ്പം മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ്. താങ്ക് യു മാം. ഓക്കെ നെക്സ്റ്റ് ആങ്കർ. Good morning, ma'am. Anger. Anger is a natural human emotion that everyone feels at some time. It usually happens when a person feels hurt, disappointed, treated unfairly, or frustrated. Anger can be mild, like irritation, or strong, like rage. Anger itself is not bad, but how we express it is important. When controlled properly, anger can help people understand problems and stand up for what is right. However, uncontrolled anger can hurt relationship, affect health, and lead to wrong decision. Learning to manage anger through calm thinking, patience, and understanding help us a person live peacefully and maintain good relationship with others. അതായത് കോപം മനുഷ്യരുടെ സ്വാഭാവികമായ ഒരു വികാരമാണ്. നമ്മൾ വിഷമിക്കുമ്പോഴും അന്യായം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കുമ്പോഴും കോപമുണ്ടാകും. പിന്നെ കോപം ഒരു സാധാരണ വികാരമായിരുന്നാലും അതിനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാത്ത പക്ഷം അത് വ്യക്തിയുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും.
കോപം നിയന്ത്രിക്കാൻ ക്ഷമ, സഹന, ആത്മനിയന്ത്രണം എന്നിവ വളരെ പ്രധാനമാണ്. ശരിയായ രീതിയിൽ കോപം കൈകാര്യം ചെയ്യുന്നത് നല്ല വ്യക്തിത്വം, സമാധാനപരമായ ജീവിതവും നയിക്കാൻ സഹായിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, നർമ്മിത നന്നായിരുന്നു കേട്ടോ. സാഡ്നസ്. ആസു. Good morning. Sadness is a natural, universal human emotions categorized by feeling of disadvantage, loss, despair, grief, and helplessness. ഇത് സാഡ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ഇത് സ്നേഹം, അതുപോലത്തെ തന്നെ സ്നേഹം, ഹാപ്പിനെസ്, അതുപോലത്തെ തന്നെ ഒരു ഇമോഷൻ ആണ്. അത് ഡിസഡ്വാൻറ്റേജ്, എന്തെങ്കിലും ലോസ് ആയാൽ, പിന്നെ എന്തെങ്കിലും ഹെൽപ്ലെസ്നെസ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് സാഡ്നെസ് വരും. പക്ഷേ ഇത് ടെമ്പററി നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഇത് എപ്പോഴും ട്രിഗർ ആവുന്നത് ഡിസപ്പോയിൻമെന്റ്, റിജക്ഷൻ, എന്തെങ്കിലും നമുക്ക് തടസ്സം വന്നാൽ, ആരെയും നഷ്ടപ്പെട്ടാൽ അതിനു വേണ്ടി അത് കാണിക്കാൻ വേണ്ടിയാണ് സാഡ്നെസ് വരുന്നത്. അത് കാണിക്കാനായിട്ട് ക്രൈങ്, വിഡ്രോവൽ, ലോ എനർജി ആണ് സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ ചെയ്ത്. പിന്നെ purpose. It functions as adaptive emotions, signaling need for help, comfort, social support. ഇപ്പം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലോ നമ്മൾ ഇത് സാഡ്നെസ് സിഗ്നൽ ചെയ്യുന്നത് ഹെൽപ്പിന് വേണ്ടി, കംഫർട്ടിന് വേണ്ടി, സോഷ്യൽ സപ്പോർട്ടിന് വേണ്ടി അത് സിഗ്നൽ ചെയ്യാൻ വേണ്ടി ഒരു ഇമോഷൻസ് ആണ്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് സ്റ്റേറ്റ് ഓഫർ അക്കംപൈൻഡ് ബൈ ലോ എനർജി, tearfulness, and narrow focus on negative thoughts. ഇത് എന്ന് വെച്ചാൽ ലോ എനർജി, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു എനർജി ലോ ഫീൽ ചെയ്യും. പിന്നെ സങ്കടം വരും. പിന്നെ ഒരു കാര്യത്തിനും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ആയിരിക്കും. അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, ആസു നന്നായിരുന്നു. സബിത. സബിത ഇന്ന് എന്തോ അസുഖം കാരണം ഹോസ്പിറ്റലിൽ പോവാണ് പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. നമ്മള് പോർഷൻ എടുക്കുമ്പോ ആ പോയിന്റ് കൂടി പറയാം. റോൾ ഓഫ് ഇമോഷൻ വരെ പറഞ്ഞ് നിർത്തിയെന്നാണ് പറഞ്ഞത് അല്ലേ? അതെ മാം, റോൾ ഓഫ് ഇമോഷൻ എടുത്തു. അഫെക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. ഇത് സെമിനാർ ചെയ്തിട്ട് വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇനി നോക്കുന്ന ഫസ്റ്റ് ഇമോഷൻ അഫെക്ഷൻ ആണ്. ഹ്യൂമൻ ബീങ്സിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമോഷൻ ആണ് എന്ത്? അഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളോട് ഏറ്റവും കൂടുതൽ അഫെക്ഷൻ ആർക്കായിരിക്കും? നമ്മുടെ അമ്മമാർക്കായിരിക്കും, അല്ലെങ്കിൽ പാരന്റ്സിനായിരിക്കും. നമുക്ക് മനസ്സിലായി ആരോടാ തോന്നുന്നേ? നമ്മുടെ കുട്ടികളോടാണ്. അതേപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സിന് പേരക്കുട്ടികളോട് തോന്നുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? അഫെക്ഷൻ ആണ്. എന്താ പറയാ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അൺമെഷറബിൾ ആണ് ഗ്രാൻഡ് പാരന്റ്സിന് കുട്ടികളോടുള്ള ആ ഒരു ലവും ഇഷ്ടവും കാര്യങ്ങളും. നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊന്ന് വഴക്ക് പറഞ്ഞു വിചാരിക്കാം, മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് വഴക്ക് പറഞ്ഞെങ്കിൽ പോലും ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്യും? അവരെ വന്ന് സേവ് ചെയ്യും അല്ലെ? പണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നല്ല വട്ടിയെടുത്ത് നല്ല അടിക്കാനായിട്ടുള്ള പാരന്റ്സ് ആണ്. അവർ ഗ്രാൻഡ് പാരന്റ്സ് ആയതുകൂടി എന്തായി, അവരുടെ പേരക്കുട്ടീനെ ഭയങ്കര സ്നേഹത്തോടു കൂടി എന്താ പറയാ ട്രീറ്റ് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സോ അഫെക്ഷൻ എല്ലാവരിലും ഉണ്ട്. നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ടീച്ചേഴ്സ്, എനിക്കായാലും നിങ്ങളോടുള്ള ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ നമ്മള് അഫെക്ഷൻ തന്നെയാണ്. ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ ഒരു ബാച്ചിനോട് ചിലപ്പോ കുറച്ച് നാള് ഒരു ബാച്ചിനോടൊപ്പം ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ജേർണിയിൽ പാർട്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻ ആ കുട്ടികളോട് കൂടി തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചിലവരൊക്കെ എനിക്ക് എന്താ പറയാ, നമ്മളിങ്ങനെ പറയുമ്പോ തന്നെ അവരുടെ പേര് ഓർമ്മ വരും, DP ഓർമ്മ വരും,
അപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവരോടും നമുക്ക് തോന്നാറുണ്ട്. ഞങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അറിയാലോ എല്ലാവർക്കും. അത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് ടച്ച് ഉണ്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴും അല്ലെങ്കിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നുണ്ട് കുഞ്ഞു കുട്ടികളാണ് അല്ലെ. ഒരു 3 years ഒക്കെ ഉള്ള 3 years എബോവ് ഉള്ള കുഞ്ഞു കുട്ടികളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അവരോട് നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് വേണം പെരുമാറാൻ. പണ്ട് വടിയെടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പെരുമാറുന്ന പല ടീച്ചേഴ്സും നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്തതിന് ശേഷം വളരെയധികം അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അഫെക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇമോഷനാണ്. It is possibly the most important human emotion. Human emotionally ഏറ്റവും most important ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് എന്ത്? അഫെക്ഷൻ. It has a great influence on the child total development. കുട്ടിയുടെ ടോട്ടൽ ഡെവലപ്മെന്റ് വളരെ എന്താ പറയാ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് എന്തിനുണ്ട്? അഫെക്ഷൻ ഉണ്ട്. കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് അൺസിവിലൈസ്ഡ് ഹെൽപ്ലെസ് ബേബി ടു സിവിലൈസ്ഡ്. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ സിവിലൈസ്ഡ് ആയിട്ട് മാറാൻ വേണ്ടി നല്ല എഫക്റ്റീവ് ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അഫെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവര് ആ ഒരു കാര്യം ചെയ്യണമെന്നില്ല. വാത്സല്യത്തോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരത് കറക്റ്റ് ആയിട്ട് ചെയ്യും. നീ ചെയ്യുമല്ലോ, എനിക്ക് വിശ്വാസമാണ് നിന്നെ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ, ആ ഒരു വേർഡ് ചിലപ്പോൾ അവരുടെ ലൈഫിൽ തന്നെ എന്താ പറയാ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അപ്പോ നല്ല കുട്ടിയാണ് നമ്മൾ നല്ല അഫെക്ഷനോട് കൂടി നമ്മുടെ കുട്ടികളോട് ട്രീറ്റ് ചെയ്യാം. The rearing and education of the child depends largely upon the amount of affection he has from others, including his parents. അപ്പോൾ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് എഡ്യൂക്കേഷണൽ റിസൾട്ട് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് എങ്ങനെയാണ് പാരന്റ്സിനുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിന്റെ സപ്പോർട്ട്, ഗ്രാൻഡ് പാരന്റ്സ് അവനെ എങ്ങനെ അഫിഷ്യനേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം അവനെ പോസിറ്റീവ്ലി എന്ത് ചെയ്യുന്നുണ്ട്? അവന്റെ സ്റ്റഡീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Affection develop in a child a feeling of being wanted. നമ്മളെ ഈ നമ്മുടെ ഫാമിലിക്ക് നമ്മളെ വേണം എന്നുള്ള ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അഫെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. He feels secure and his esteem needs grows. With it grows the needs to try out, to be adventurous, to take risks, to make mistake and learn through such experience. നല്ലൊരു അഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, കുട്ടികൾ ആ സെക്യൂരിറ്റി ഫീൽ ചെയ്യും അല്ലെ. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് വന്ന് കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ കുട്ടി ആരുടെ അടുത്ത് പോയിട്ട് സെക്യൂരിറ്റി സീക്ക് ചെയ്യണേ? പുതുതായിട്ടൊരു വ്യക്തിനെ കണ്ടു, അങ്ങനെ കാണുമ്പോ ആരുടെ അടുത്ത് പോയിട്ട് സെക്യൂരിറ്റി സീക്ക് ചെയ്യണേ? അമ്മയുടെ അടുത്ത്. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? സോറി, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ കുട്ടികള് ആ ഫീൽ ഓഫ് സെക്യൂരിറ്റി അതേപോലെ അവരുടെ എക്സ്റ്റീം നീഡ് ഗ്രോ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓരോ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാനും റിസ്ക് എടുക്കാനും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് തിരുത്തി കറക്റ്റ് ചെയ്യാനും ഒക്കെ അവർക്ക് എന്ത് സപ്പോർട്ടാണ്? അഫെക്ഷണൽ സപ്പോർട്ടാണ്. നമുക്കൊക്കെ അങ്ങനെയാണ്. കാരണം നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരിക്കും. An atmosphere of actual love helps the child also to develop love and concern for others. ഒരു നല്ല ആക്ച്വൽ ലവ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് കുട്ടിയുടെ ഫാമിലി എങ്കിൽ അവന്റെ ഉള്ളിൽ തന്നെ നാച്ചുറൽ ലവും കൺസേൺസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകും. ലേണിംഗ് ഇൻ എ സ്കൂൾ ഓൾസോ to a great extent of affection. നമ്മൾ സ്കൂളിൽ കാര്യങ്ങൾ ലേൺ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയും എന്തുണ്ട്? അഫെക്ഷൻ ഉണ്ട്. അഫെക്ഷൻ നമ്മൾ അവിടെ സ്കൂളിൽ ആരിൽ നിന്നാണ് അഫെക്ഷൻ പ്രതീക്ഷിക്കുന്നത്? പീപ്പിൾ സീക്ക് സിമ്പത്തി ആൻഡ് വാം ട്രീറ്റ്മെന്റ് ഫ്രം ദർ ടീച്ചേഴ്സ്. അവരുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് നിന്നാണ് സിമ്പതിയും വാമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കുന്നത്. One of the characteristics of good teacher, therefore, in his human quality, that he feels actively concerned about the pupils under his charge. Pupils ഉദ്ദേശിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരു ടീച്ചറിന്റെ കീഴിലുള്ള കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവരുടെ ക്യാരക്ടർ ഫോർമേഷനിലും ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നതിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തിയ ഒരു ടീച്ചർ ഇല്ലേ? നമ്മളെ ചിലപ്പോ പണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പികളായിരിക്കും.
കുട്ടിനെ നല്ല കുട്ടിയാക്കി മാറ്റിയ ഒരു ടീച്ചർ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾക്ക് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷന് നമ്മൾ ഹെൽപ്പ് ചെയ്ത ടീച്ചർ നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റം വരുത്തിയ ഒരു ടീച്ചർ ഉണ്ടാവില്ലേ? ആർക്കില്ല? അങ്ങനെയൊന്നുമില്ല മിസ് എന്നാ ഉണ്ട്. ഞാൻ പറയാൻ കാരണം എനിക്കുണ്ട് എന്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്റെ ടീച്ചർ ഉണ്ട്. കാരണം ചെറുപ്പത്തില് നല്ല സപ്പോർട്ടാണ്. ബാക്കി എല്ലാവരും പറയും ഭയങ്കര കുറുമ്പിയാണ്, പഠിക്കില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. നീ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് സപ്പോർട്ട് തന്നിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. The development of love is in children is important for the development of the new society centered on cooperation and mutual love. അപ്പോൾ ഒരു നല്ലൊരു സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു അഫെക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ന്യൂ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല സ്നേഹവും മ്യൂച്വൽ ലവും റെസ്പെക്റ്റും കോപ്പറേഷനും പേഷ്യൻസും ഒക്കെ ഉള്ള നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൽട്ടിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കടന്നു വരുന്ന സാഹചര്യം നല്ല അഫെക്ഷനേറ്റ് ആയിട്ടുള്ള അഫെക്ഷനിലൂടെ മാത്രമേ പോസിബിൾ ആകുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്നേഹവും ഒരു ഫാമിലിയുടെ അകത്ത് കുട്ടികൾ നല്ല സ്നേഹവും കെയറിങ് ഒക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടികൾ പുറത്ത് പോയാലും അതല്ലേ റിഫ്ലക്ട് ചെയ്യുള്ളൂ, അല്ലേ? ഇപ്പൊ സപ്പോസ് ഫാമിലിയുടെ പുറത്ത് ഫാമിലിയുടെ അകത്ത് ഭയങ്കര ഒരു ദേഷ്യവും വാശിയും അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, എപ്പോഴും ഹസ്ബൻഡ് വൈഫ് തമ്മിൽ വഴക്കാണെങ്കിൽ ഈ കുട്ടിയുടെ ക്യാരക്ടറും ഇത് കാണില്ലേ? നമ്മള് ഈ ഒരു ദേഷ്യവും വഴക്കും കാര്യങ്ങളൊക്കെ കാണില്ലേ? ഇതാണ്. അപ്പൊ നമുക്കൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിനെയാണ് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് എന്ത് തുടങ്ങണം? ഓരോ സ്റ്റെപ്സ് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഫാമിലിയിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കുട്ടിയുടെ പ്രൈമറി എഡ്യൂക്കേറ്റർ ആണ് ഫാമിലി. സോ ഫാമിലി മെമ്പേഴ്സ് കുട്ടികളോട് നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. Sympathy is another emotion which is on much for the emotional development of the child as well as the society. സിമ്പതി നമ്മൾ കാണുന്ന ഒരു മറ്റൊരു ഇമോഷനാണ് സിമ്പതി. നമ്മൾ എപ്പോഴും പറയില്ലേ സിമ്പത്തറ്റിക് മൈൻഡ് ആയിരിക്കണം, സിമ്പതി വേണം. നമുക്ക് ഈ സിമ്പതി എന്ന് പറയുന്ന വേർഡ് ഒന്ന് ചേഞ്ച് ചെയ്താലോ? എംപതി. എങ്ങനെയുണ്ട്? സിമ്പതിക്ക് പകരം എംപതി എന്നാക്കിയാലോ? ഏകദേശം സെയിം മീനിങ് ആണ്. പക്ഷെ സിമ്പതിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു വേർഡ് എംപതിയാണ്. എംപത്തറ്റിക് മൈൻഡ്. എംപതിയോടുകൂടി നമ്മൾ നമ്മുടെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാം. നമ്മളൊരു കുട്ടി ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. അതൊക്കെ ഒരു എംപത്തിയാണ്, എംപത്തറ്റിക് മൈൻഡാണ്. നമ്മുടെ വർക്ക് ഫുള്ളായിട്ട് കോപ്പി അടിക്കാൻ കാണിച്ചു കൊടുക്കാനൊന്നല്ലാട്ടോ ടീച്ചർ പറയുന്നത്. നമ്മളത് എങ്ങനെ ചെയ്തു, അതെങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കും, അതായത് ടീച്ചിങ് എയ്ഡ്സ് ആയിരിക്കും നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. ആ ടീച്ചിങ് എയ്ഡ്സ് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾ ചിലപ്പോൾ വർക്കിംഗ് ആയിരിക്കും, അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, അല്ലെ? നിങ്ങളുടെ ഗ്രൂപ്പില് നമ്മൾ ആകെ ഇപ്പോ 10 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 2 പേരും ഞാനാണ് ടെക്നിക്കൽ ടീം എന്നുള്ള റെപ്രസെന്റേറ്റീവ്, രാഖിയുണ്ട്, പിന്നെ ഞാനുണ്ട്. അതുകൂടാണ്ട് ബാക്കി 8 പേര് നമ്മുടെ ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിലുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്, അല്ലെ? അപ്പോ അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക, അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് ക്ലാസ്സുകളെ കുറിച്ചിട്ട് നോട്ട്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. നമ്മൾ എക്സാമിനെ കുറിച്ച് അപ്ഡേഷൻസ് കൊടുക്കാം. നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യാം. എംപതിയാണ് നമ്മളുടെ ഒപ്പം ജേർണിയില് നമ്മളൊപ്പം സ്റ്റാർട്ട് ചെയ്തതല്ലേ, അവർ നമ്മൾ ആ ഒരു ജേർണി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളൊപ്പം തന്നെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അഫെക്ഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രകടിപ്പിക്കാം, അല്ലെ? ആരോടൊക്കെയാണ് മെയിനായിട്ട്? കുട്ടികളോട് എപ്പോഴും പാരന്റ്സ് അഫെക്ഷനേറ്റ് ആയിട്ട് വേണം പെരുമാറാൻ. പാരന്റ്സ് മാത്രമാണോ? അല്ലാലോ. മനസ്സിലായില്ലേ? ടീച്ചേഴ്സും കുട്ടികളെ നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇനി അങ്ങനെ ആയിരിക്കില്ലേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കുഞ്ഞു മക്കൾ നല്ല അഫെക്ഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല വാത്സല്യത്തോടു കൂടി ചേർത്ത് നിർത്തിയിരുന്നത്? ഓക്കെ, അപ്പൊ ഒന്ന് അഫെക്ഷൻ ഒന്ന് വായിച്ചു നോക്കൂ.
എല്ലാവരും റീഡ് ചെയ്തോ? Okay. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ഇമോഷനാണ് ഹ്യൂമർ അല്ലേ. ഹ്യൂമർ പറയുമ്പോൾ നമുക്ക് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന പഴയ സിനിമകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ സിനിമകൾ കാണുമ്പോൾ എനിക്ക് അത്രയും തമാശയൊന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ പണ്ടത്തെ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജഗതി, അതുപോലെ തന്നെ ജഗതി കൃഷ്ണന്റെ സിനിമകളാണ്. മുകേഷിന്റെ അന്ന് നമ്മൾ ക്യാരക്ടർ റോള്, കൊമേഡിയൻ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല. സിനിമ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും, ചിരിക്കാൻ പറ്റും. എന്തോരം സിനിമകളാലേ കണ്ടു ചിരിച്ചത്. ഇന്നും ചിരിക്കുന്നില്ലേ നമ്മള്? കാണിച്ചത് താഴെ ഇന്നും കണ്ട നമ്മൾ ചിരിക്കില്ലേ? വെള്ളം വെള്ളം എന്ന് പറഞ്ഞ ഡയലോഗ് വരുമ്പോൾ നമ്മൾ ചിരിക്കില്ലേ? എന്തായിരുന്നു നല്ല തമാശകളായിരുന്നു അല്ലെ? തമാശകൾ എനിക്ക് ഡൈജസ്റ്റ് ആവാത്തതാണോ? പക്ഷെ എന്താ ഇപ്പത്തെ തമാശകൾ ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമാണ് ഇപ്പത്തെ തമാശകള്. ഒത്തിരി എന്ന് വെച്ചാൽ ചിലതൊന്നും എനിക്ക് അധികം ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് ഇതേപോലെ തമാശ ഫിലിം കണ്ടത് തണ്ണീർമത്തം ഡേയ്സ് ഇല്ലേ? തണ്ണീർമത്തം ഡേയ്സ്. അതില് എനിക്ക് വിനീത് ശ്രീനിവാസ് വന്നതോടുകൂടി എനിക്ക് അത് അത് കോമഡി ആയിട്ട് തോന്നിയിട്ട് ചിരിച്ചിട്ടുണ്ട്. അത് കാണുന്നത്. ബാക്കി എനിക്ക് അതിന്റെ എല്ലാ സിനിമകളൊന്നും അത്ര ഡൈജസ്റ്റ് ആവാറില്ല. കോമഡി ഫിലിംസ് ഒരു അത്ര കണ്ട് ജയിക്കാറില്ല. വൺ ടൈം വാച്ച് തോന്നുള്ളൂ. പക്ഷെ പഴയ സിനിമകൾ കോമഡീസ് മാത്രമായിട്ട് ബെസ്റ്റ് കോമഡി എന്നൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് യൂട്യൂബിൽ ഇരുന്ന് കണ്ട് വെറുതെ ഇരുന്നിച്ചു. അല്ലെങ്കിൽ ടി വിയില് ആ ഒരു സിനിമ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ശരിക്കും. അപ്പൊ വീട്ടുകാരെല്ലാവരും നോക്കും. എന്റെ ഫാമിലിയോട് ബാക്കി എല്ലാവരും സംസാരിക്കാതെ അധികം ഉറക്കി സംസാരിക്കാത്ത ഒരു ഫാമിലിയാണ് ഹസ്ബൻഡിന്റെ ഫാമിലിയില്. ഞാൻ മാത്രം ഇരുന്ന് ചിരിക്കുമ്പോ എന്നെ നോക്കൂല, എന്താണ് ഇങ്ങനെ നോക്കാറുണ്ട്. പിന്നെ ഇനി നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും നല്ല ഒരു ഹാപ്പി ആയിട്ട് തന്നെ ചിരിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് മുമ്പ് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഷെറീന നമസിന്റെ പേര്. മിസ് നല്ല രീതിയിൽ ഹാസ്യം കൈകാര്യം ചെയ്യും. ഞാൻ അധികം കണ്ടിട്ടില്ല പെൺകുട്ടികള് ഹാസ്യം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് സ്ത്രീകളെ കോമഡി ചെയ്ത് കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ഓക്കെ ആവാറില്ല അല്ലെ. പക്ഷെ ചില ആൾക്കാർക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടുള്ളൂ. അപ്പൊ ഈ മിസ് നന്നായിട്ട് ഹാസ്യം പറയുന്ന ഡയലോഗുകള് നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യുന്ന രീതി ഒക്കെ നല്ല രസമാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ മിസ്സിന് ജോബ് കിട്ടിയപ്പോ പെർമനന്റ് ആയിട്ട് ജോബ് കിട്ടിയപ്പോ ആ മിസ് പോവുകയാണ്. നമ്മളെ പോലെ തന്നെ മോണ്ടിസോറി TTC കഴിഞ്ഞ മിസ്സിന് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ ജോബ് കിട്ടി. അങ്ങനെയാണ് മാറിയത്. അപ്പോ ആ മിസ് നല്ല രസമായിരുന്നു. അവളുടെ ടൈമൊക്കെ നല്ല ഹാപ്പി ആക്കി നമ്മൾ വെറുതെ ജസ്റ്റ് ഇരുന്ന് തമാശ പറയുന്നത് നമ്മളൊക്കെ ഹാപ്പി ആവും. അപ്പൊ ഹ്യൂമർ നല്ല രസമാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഇമോഷൻ അല്ലേ? എനിക്ക് തമാശ ഒന്നും ഇഷ്ടമല്ല, ഞാൻ സീരിയസ് ആണെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അവള് പറയില്ലേ ഒരു 5 മിനിറ്റ് ചിരിച്ചു കഴിഞ്ഞാല് ആയുസ് കൂടുമെന്ന്. നല്ലതാ. കുറച്ചു നേരം ഹാപ്പി ആയിട്ടിരിക്കാം. നമ്മുടെ ലൈഫിൽ എന്തോരം ബിസിയിലേക്ക് കൂടെ കടന്നു പോകുന്നത്. കുറച്ചു നേരം നമുക്ക് വേണ്ടി ഒന്ന് ഹാപ്പി ആവാനായിട്ട് ഒരു 10 മിനിറ്റോ റീൽസ് ഒക്കെ കാണുന്ന സമയമില്ല, അത് മാറ്റി വെച്ചിട്ട് കുറച്ച് തമാശകൾ കാണും. ഈ ചാർലി ചാപ്ലിന്റെ കാര്യം പറഞ്ഞത് ഞാൻ ആലോചിച്ചത്. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു കോമഡി ഫിലിം ചാർലി ചാപ്ലിന്റെ. അത് ഞങ്ങൾക്ക് സ്കൂളില് വെച്ച് കാണിച്ചു തന്നു. എന്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോ TV അത്രയും ഇല്ല, എല്ലാവരുടെ വീട്ടിലും TV ഒന്നുമില്ല. അപ്പോ ചാർലി ചാപ്ലിന്റെ ഫിലിം പ്രൊജക്ടറിൽ ഇട്ട് കാണിച്ചു തരാണ് ചെയ്തത്. ഭയങ്കര ഹാപ്പി, ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പിന്നെ ചിരിച്ചു, ഒരുപാട് ചിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചും കൂടെ ആയി കഴിഞ്ഞപ്പോ നമ്മള് മിസ്റ്റർ ബീൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കോമഡീസ് ഇഷ്ടമാണ്. അത് എൻജോയ് ചെയ്ത് ചിരിക്കാറുണ്ട്. കുറെ പഴയ എന്താ പറയാ കാർട്ടൂൺസ്, കോമഡി ആയിട്ടുള്ള കാർട്ടൂൺസ് ഒക്കെ കാണുമ്പോഴും ചിരിക്കാറുണ്ട്. ടോം ആൻഡ് ജെറി ഒക്കെ കണ്ട് ചിരിക്കുമായിരുന്നു. ഇല്ല കേട്ടോ, കുറച്ച് സീരിയസാ. ചില കുട്ടികളൊക്കെ അതൊന്നും കാണുമ്പോൾ ഞാനിരുന്ന് ചിരിക്കുമ്പോ വീട്ടിലെ ഫാമിലി ബാക്കി എല്ലാവരും സീരിയസ് ആണ്. ഞാൻ കുറച്ച് പലക്കുള്ളിൽ ചിരിക്കുള്ളൂ. അപ്പോ ഈ ചിരിക്കുമ്പോ നമുക്ക് കുറച്ച് നമ്മുടെ ടെൻഷനും കോൺഫ്ലിക്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? നമ്മളൊരു 10 മിനിറ്റ് നമ്മൾക്ക് ടെൻഷനും കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സമാധാനം വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചു നേരം കൂളാക്കുന്ന രീതിയിലൊരു ഫിലിമോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ റിലാക്സ് ആവും അല്ലെ? കുറച്ച് റിലാക്സ് ആവും. ഇത് നല്ലതാണ്. നമ്മൾ ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ
നല്ലൊരു ഇമോഷനാണ് മനുഷ്യനുള്ളത്. This separate human beings from animals. Animals നിന്ന് human beings സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് ഇത് ഹ്യൂമർ. There are social emotions which greatly influence our daily work. നമ്മുടെ ഡെയിലി എഫക്ട് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ ഇമോഷൻ ഉണ്ട്. ഹ്യൂമറും വൺ ഓഫ് ദം ആണ്. ഹ്യൂമർ ആൻഡ് ഹ്യൂമർ helps in controlling conflict and tension. നമ്മളുടെ കോൺഫ്ലിക്റ്റുകൾ, ടെൻഷൻസ്, കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. That leads to tolerance, relaxation and joy, that they give a chance for criticism and improvement in one behavior. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ഒരാൾക്ക് വിഷമാകുന്ന രീതിയിൽ ഷൗട്ട് ചെയ്യാതെ പറയുന്നതും അതൊരു തമാശ രൂപേണ അത് അവതരിപ്പിക്കുന്ന നമുക്ക് വ്യത്യാസമില്ലേ? ഓക്കെ, തമാശയായിട്ട് പറയുമ്പോൾ അത് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാകുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന് തന്നെ അത് സ്വയം തിരുത്താനൊക്കെ പറ്റും. അതേപോലെ തന്നെ തമാശ കലർത്തിയ ഒരു കലാരൂപം ഉണ്ടല്ലോ നമ്മളുടെ നാട്ടില്, എന്തുവാ, തമാശയും കൂടി ഈ ഒരു കലാരൂപത്തിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓക്കെ അല്ലെ, പണ്ട് നമ്മൾ കളിയാക്കി ഓരോന്ന് പറയുന്നത് നമുക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. കാണാറുണ്ട് ഇപ്പൊ, പണ്ടത്തെ പോലെ ഇപ്പോഴൊന്നും കാണാറില്ലാന്ന് തോന്നുന്നല്ലേ. പണ്ട് ഉത്സവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറുപ്പത്തില് ചാക്യാർകൂത്ത് ഉണ്ടാവും. ചാക്യാർകൂത്തിന് എന്തെങ്കിലും ആ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കാനായിട്ട് പേടിയാണ്. കാരണം നമ്മൾ ചെന്നിരിക്കുമ്പോഴായിരിക്കും നമ്മളെ കളിയാക്കുന്നത് അല്ലെ. എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഹ്യൂമർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഇമോഷനാണ്. നെക്സ്റ്റ് ഇമോഷനാണ് ഫിയർ. ഭയം ഉണ്ടോ? എല്ലാവർക്കും ഭയങ്ങൾ പറയാം. ഫസ്റ്റ് നർമ്മിത പറയൂട്ടെ. നർമ്മിത ഫിയർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിയർ പറഞ്ഞേ. നർമ്മിതയ്ക്ക് ഏറ്റവും പേടി എന്തിനോടാ? പേടിയൊന്നുമില്ല? പേടി അങ്ങനെ ഭയമില്ല, ചെറുങ്ങനെ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്റെ പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എനിക്കുള്ള പേടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് മോൾ, ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പൊ അങ്ങനെ പേടികള് ചിലപ്പോ പാറ്റേനെ ആയിരിക്കാം, പാമ്പിനെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിനോട്, ഹൈറ്റിനോടാവാം, വെള്ളത്തിനോടാവാം, അങ്ങനെയൊക്കെ തീനോടാവാം. ഹൈറ്റിനോടുണ്ട്, വെള്ളത്തിനോടൊന്നും പേടിയില്ല. മിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല, വിക്കി വിട്ടിട്ട് വരുന്നത്. ആണോ? എന്റെ വോയിസ് ക്ലിയർ ആവുന്നില്ലേ വിദ്യ? എന്റെ വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ? ബാക്കിയുള്ളവർക്കോ? കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഓക്കെ, നോക്കട്ടാ. എന്തെങ്കിലും വോയിസിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. വിദ്യക്ക് എന്താ പേടി? എന്തിനോടാ പേടി? മോന് എന്തിനോടാണ് കൂടുതൽ ഭയം ഉള്ളത്, ഫിയർ ഉള്ളത്? എനിക്ക് പ്രേതത്തെ മിസ്സേ പേടി. എനിക്ക് രാത്രി കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും നിഴലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാ. അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് കിടക്കില്ല. ഓക്കെ, നമ്മള് മനസ്സിനോട് പറഞ്ഞു കൊടുക്കാൻ നോക്കിയോ? പ്രേതമൊന്നും ഇല്ല, റിയൽ അല്ല, അതൊക്കെ ഫേക്ക് ആണെന്നൊക്കെ. മിസ്, ഞാൻ ചെറുതിലേ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കാൻ നേരത്തൊക്കെ കട്ടിലിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പോയി നോക്കിയിട്ടേ കിടക്കുള്ളൂ. പിന്നെ എനിക്ക് പ്രേതത്തിന്റെ സിനിമയൊക്കെ ഭയങ്കര പേടിയാ. അഥവാ സിനിമ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എനിക്ക് ഫുള്ള് എന്റെ പുറകിൽ ആരെങ്കിലും വരുന്നുണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും ആ ഒരു ചെറുപ്പത്തിലുള്ള പേടി അത്രയും കൂടെ ഇല്ലെങ്കിലും ഇപ്പോഴും എനിക്ക് പേടിയാണ്. ഞാൻ ഇതുപോലെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടൊക്കെ നടക്കുക. കാരണം ആരെങ്കിലും പുറകിൽ വരുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് പേടിയാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര പേടി പ്രേതത്തിനെയാണ്. മാം, എനിക്ക് ഹൈറ്റ് പേടിയാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാൻ വരെ പേടിയുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ നെഞ്ചെടുപ്പ് കുറച്ച് കൂടും. പിന്നെ സ്പീഡും എനിക്ക് പേടിയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടൂ വീലറിലൊക്കെ പോകുമ്പോൾ, അല്ല, എന്റെ മകന് കുറച്ച് സ്പീഡിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടം. അതിപ്പോ ഫോർ വീലറിലാണേലും അങ്ങനെ. പക്ഷെ ഇത് എങ്ങനെ സ്പീഡ് കൂടിയാലും എനിക്ക് അന്നേരം ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടും. അപ്പൊ ഞാനിങ്ങനെ പറയും, ഇവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്കും കൂടി അല്ലേ, ടൗൺ ആയതുകൊണ്ട്.
ഞാൻ അന്നേരം ഇങ്ങനെ പറയും എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പോവരുത്, ഞാൻ ഇറങ്ങി നടന്നു വന്നോളാം, അല്ലെ എന്നെ ഇവിടെ ഇറക്കി വിട്ടേരെ എന്നൊക്കെ പറയും. അപ്പം എന്റെ മോൻ എന്നെ കളിയാക്കും ഇങ്ങനെ, ഈ അമ്മയ്ക്ക് കൊച്ചുകുട്ടികളെ പോലെയാണോന്നൊക്കെ ചോദിച്ച്. എനിക്ക് സ്പീഡ് അങ്ങനെ ഭയങ്കര പേടിയാണ്. ഓക്കേടാ. പ്രവീണ മോനെന്താ ഫിയർ ഉള്ളത്? കുഴപ്പമില്ല, ചിലപ്പോ കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും. റസീന റെസ്പോൺസിലായിട്ടാ. അസു എനിക്ക് ഇരുട്ടിനെ പേടിയാ. ഇരുട്ട്, ഒരുപാട് ഇരുട്ട്. ചെറിയ ലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. കേട്ടില്ല, ഞാൻ കുട്ടിയുടെ അടുത്തായിരുന്നു, അതാണ് ഉണക്കാറ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഫിയറിനെ കുറിച്ച് ചോദിച്ചത്. മോനെ ഏതെങ്കിലും മോന് ഉള്ള ഫിയർ ഏതാണെന്ന് ചോദിച്ചു. കുഴപ്പമില്ലടാ. അസു പറഞ്ഞു. എനിക്ക് ഇരുട്ട് പേടിയാ ഭയങ്കരമായിട്ട്. പിന്നെ ഒരുപാട് റഷ് ഉള്ള സ്ഥലത്ത് ഒരുപാട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ കാല് കുത്താനുള്ള ഒരു റഷ് ഉണ്ടല്ലോ, റഷില് ഭയങ്കര അൺകംഫർട്ടബിളാ. പിന്നെ ഇരുട്ട് അതേപോലെ. പിന്നെ ഹോസ്പിറ്റൽ കോറിഡോർസിൽ എനിക്ക് ഭയങ്കര പേടിയാ. ഓക്കെ. എന്താന്നറിയത്തില്ല, ആ പേടിയാ. പിന്നെ അതേപോലെ രാത്രി നമുക്ക് ബാത്റൂം ഒക്കെ പോകുമ്പോ ഒരു ആരും എടുക്കോ ഇല്ലാത്ത സമയത്ത് ഇച്ചിരി വെപ്രാളം പോലെയാ. അത്രേ ഉള്ളു. ഓരോരുത്തർക്ക് വെറൈറ്റി പേടികളാ. ശ്രദ്ധിക്കോ? ടീച്ചറെ, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം. അതെല്ലാവർക്കും ഉണ്ട്. ഞാൻ ഓവർ ടെൻഷൻ. ഓവർ ടെൻഷൻ എനിക്ക് BP അങ്ങ് കുറയുമല്ലോ, ടെൻഷൻ കൂടി. അഫക്ട് ചെയ്യും അല്ലേ? ഇതാ SU മനുശ്രുതി അല്ലേ? അതെ. ഓക്കെ, ശ്രുതി പറഞ്ഞോടാ. എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും പേടിയാ. എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് പിന്നെ പേടിയിൽ അങ്ങേ തലക്കലെത്തും. അതിന് വീട്ടിൽ നിന്ന് എപ്പോഴും ചീത്തയാ. പക്ഷെ BP കുറഞ്ഞ് ഞാൻ അങ്ങേ തലക്കൽ ഞാനും എത്തും. ഇനിയിപ്പോ എന്തായാലും ഇപ്പൊ ഒരു ചെറിയ കാര്യം മതി ടെൻഷൻ അടിക്കാൻ. അപ്പൊ ആ ഒരു ഇതിന്റെ വല്ല അയ്യോ ഞാൻ അങ്ങനെ വരൂലേ, അത് ഇങ്ങനെ വരൂലേ ചിന്തിച്ച് ഞാൻ അങ്ങേ തലക്കലെത്തും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിയേഴ്സിനെ കുറിച്ച് പറഞ്ഞു. എനിക്കുണ്ട് കേട്ടോ. ഞാനും എന്റെ ഫിയറിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. എല്ലാവരും പറയും എന്നോട് കളിയാക്കുന്ന രീതിയിൽ, ഹൈറ്റിന് ഇപ്പൊ ആർക്കാ പേടിയുള്ളതൊക്കെ. പക്ഷെ നമ്മൾ ആ ഫിയറിലൂടെ കടന്നു പോകുന്ന നമുക്ക് മാത്രമാണ് ആ ഹൈറ്റിനോടുള്ള ഭയം എത്ര ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ടൈമിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷണൽ കാര്യങ്ങൾ അത് വേറെ ആൾക്കത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല. ഹസ്ബൻഡ് നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ എന്താ പറയാ, ഹൈറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ ട്രക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഭയമാണ്. എന്നോട് തമാശക്ക് പറയാറുണ്ട്, എന്താണ് ഹൈറ്റിനോട് ഇത്ര ഭയം? ഞാൻ ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ മാറാതെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ ഫിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചെറുപ്പത്തിലാണ് കുട്ടികളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് പാരന്റ്സ്. ഇപ്പോ ഇരുട്ടിന് പേടിയുള്ളവരോട് രാത്രി വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പാരന്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറയും, പുറത്ത് കൊക്കായി ഉണ്ട്, അല്ലെങ്കിൽ കൊക്കാച്ചി ഉണ്ട്, അല്ലെങ്കിൽ ബോധമുണ്ട്, പ്രേതമുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യാത്തത്, പുറത്തൊക്കെ ഇറങ്ങാനുള്ള ആ പേടി ചെറുപ്പത്തിലെയാണ്. കുഞ്ഞായിരിക്കുമ്പോ മുതൽ നമ്മുടെ മനസ്സിൽ ആ ഒരു ഫിയർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻജെക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ അപ്പോ നമ്മൾക്ക് പേടിയാണ്, ഇരുട്ടിനോട് പേടിയാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ ചെറുപ്പത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ കുട്ടിയാണ് പണ്ട് കാലം. അപ്പൊ ഞാനിങ്ങനെ ജനലിലേക്ക് പിടിച്ചു കയറി കട്ടിലുമൊക്കെ കയറും, അങ്ങനെയൊക്കെ ചെയ്യും. ഭയങ്കര കുടുംബാണ്. 2.5 വയസ്സോളം അമ്മ പറയണത്. ആ സമയത്ത് ഞാൻ മുകളിൽ ചെന്നിട്ട് ഇങ്ങനെ കയറി വീണും താഴെ പൊട്ടി ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നവരോട് കുരിശുണ്ട് ഇപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവര് പറയാൻ അറിയാം, ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ടായിട്ട് വന്നു, ഇങ്ങനെ കുരിശിന്റെ സ്റ്റിച്ച് ഉണ്ട് താഴെ പൊട്ടി സ്റ്റിച്ച് ഉണ്ടായിട്ട് വന്നു. അപ്പോ ഞാനത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻസിഡന്റിന് ശേഷം
അമ്മ പറയും ഈ മോളിൽ കയറി കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും, ഈ മൊത്തമായിട്ട് വീഴോടി അല്ലെങ്കിൽ ഇടിച്ചോളഞ്ഞ് വീഴും എന്ന് പറഞ്ഞ് എനിക്ക് ഹൈറ്റിനോടുള്ള പേടിയാണ്, സ്റ്റെപ്പ് കയറാൻ പേടിയാണ്, സ്റ്റെയർ കയറാൻ പേടിയാണ്, എക്സ്കലേറ്റർ പേടിയാണ്. അങ്ങനെ ആ ഒരു പേടിയുള്ള മനസ്സിലേക്ക് വന്നു. ഞാൻ കുറെ വലുതായതിനു ശേഷം ഞാൻ നല്ല അനലൈസ് ചെയ്ത് കണ്ടെത്തിയ കാര്യമാണ്. കാരണം എനിക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഹൈറ്റിനോടുള്ള ഭയം തുടങ്ങിയത്. ഞാൻ എന്റെ ഒബ്സർവേഷനിൽ ഇതായിട്ട് ഞാൻ കണ്ടെത്തിയതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വീണ ഇൻസിഡന്റ് പറയും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അമ്മ എന്നോട് എന്തായിരുന്നു പറയുന്നത്? അമ്മ ഇങ്ങനെ വീണതിന് ശേഷം പിന്നെ എനിക്ക് എന്താണ് ഹൈറ്റിനോട് പേടി. അന്ന് എനിക്ക് ഹൈറ്റ് ഇഷ്ടമായിരുന്നല്ലോ. ഞാനിങ്ങനെ പറയുമായിരുന്നു, നീ ഇങ്ങനെ മുകളിൽ കയറുമ്പോ ഇതിനൊന്ന് വീഴും. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ഇതായിരിക്കും എന്റെ ഭയം. വെച്ചാൽ അമ്മയ്ക്ക് ഉള്ളിൽ എന്താണ് ഇങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ തടയാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് എന്റെ മനസ്സിൽ ഒരു വലിയ ഭയമായിട്ട് മാറി. നമ്മൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനും നമുക്കറിയില്ലല്ലോ രാത്രിക്ക് എന്തൊക്കെ ഇഴജന്തുക്കളാണ് പുറത്തുള്ളതെന്നൊന്നും. അതിൽ നിന്നൊക്കെ നമ്മളെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരന്റ്സ് പറയും രാത്രി പുറത്തിറങ്ങാൻ പാടില്ല, പുറത്തു വരും. അപ്പൊ നമ്മളത് പേടിച്ചിട്ട് നമ്മൾ ഇറങ്ങില്ല. അങ്ങനെ പക്ഷെ നമുക്ക് പിന്നീടും രാത്രി ഇരുട്ടിനോട് ആ ഒരു ഭയം വന്നു. അങ്ങനെ ആയിരിക്കാം. അപ്പോ നമുക്ക് ഓരോ ഭയത്തിന്റെ പുറകിലും ഓരോ റീസൺ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാല് ഇത് ഒരു പേഴ്സണൽ അത്ര വലിയ ഹാമോ ഡിസാസ്റ്ററോ ഒന്നുമല്ല. ഒരു പരിധിവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, അതൊരു ലിമിറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫിയർ ബാഡ് ആയിട്ട് മാറുന്നത്. ഫോബിയാസ് കേട്ട് മാറുമ്പോൾ ഇത്തിരി പ്രശ്നം. നോക്കാം ഫിയർ എന്താണെന്നുള്ളത്. A person in fear tries to turn back his back from the object of fear. സാധാരണ നമുക്ക് എന്താണോ ഭയമുള്ളത് അതനുസരിച്ച് നമ്മൾ ടേൺ ബാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എനിക്ക് ഹൈറ്റ് ആണ് പേടി. ഞാൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് സ്റ്റെയർ കയറുമ്പോൾ ഇത്തിരി ഭയം, പിന്നെയും കയറുമ്പോൾ വീണ്ടും ഭയം. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ലിഫ്റ്റ് ആണ്. ലിഫ്റ്റ് തന്നെ യൂസ് ചെയ്യും. നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും ഇവിടെ അല്ല കേട്ടോ, ഇവിടെ ഒറ്റ ഫ്ലോറുള്ളൂ. നമ്മുടെ മെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് ബ്രാഞ്ച് ഹെഡ് ഓഫീസില് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറ് ലിഫ്റ്റ് ആണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ലിഫ്റ്റ് കാണാൻ പറ്റും. മുകളിലേക്കൊക്കെ പോകാനും കോൺവെക്കേഷനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷനിന്റെ സമയത്ത് ഞാൻ മാക്സിമം ലിഫ്റ്റ് യൂസ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് ആ ഒരു ഭയം ഉള്ളിലുണ്ട്. സ്റ്റെപ്പിൽ ഞാൻ എത്തുമ്പോഴേക്കും ടൈം എടുക്കും, ഒന്നിലേക്ക് ടൈം എടുക്കും, കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല. ലിഫ്റ്റ് ആകുമ്പോ പിന്നെ ഞാൻ കാണുന്നില്ലല്ലോ ഞാൻ പോകുന്നത്. അതേപോലെ ഈ ഗ്ലാസ് ലിഫ്റ്റുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഫോണിലൊക്കെ പോകുമ്പോ? അതെനിക്ക് പേടിയാണ്. അത് വേറൊരു കാര്യമാണ് പേടിയാണ്. അത് ഗ്ലാസ് ലിഫ്റ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞാല് എന്താ പറയാ, താഴത്ത് കാണാൻ പറ്റില്ലേ. അപ്പൊ അതുകൊണ്ട് അത് പേടിയാണ്. അപ്പൊ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. പക്ഷെ ഈ ഫിയർ ശരിക്കും ഹാർംഫുൾ ഒന്നല്ല കേട്ടോ. ഇറ്റ് ഓഫ്റ്റൻ പ്രൊട്ടക്ട് എ പേഴ്സൺ ഫ്രം ഡിസാസ്റ്റർ ആൻഡ് ഹാം. ഒരു വ്യക്തിയെ ഡിസാസ്റ്ററിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നൊരു കാര്യമാണ് എന്ത് ഈ ഒരു ഫിയർ എന്ന് പറയുന്നത്. ഫിയർ വിച്ച് ആർ നോട്ട് റിയലിസ്റ്റിക് മേ ബി ഓവർകം ബൈ അവയർനെസ് ഓഫ് അൺറിയാലിറ്റി. നമുക്ക് ഒരു റിയാലിറ്റിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ഫിയർ ഉണ്ടായിരുന്നത്. പണ്ട് മനുഷ്യർക്ക് ഏറ്റവും ഫിയർ കൂടുതൽ ഇതിനോടായിരുന്നു എന്നറിയാമോ? ആദിമ മനുഷ്യർക്ക് ഇടിമിന്നലിനോടായിരുന്നു, അല്ലേ? അതെന്തുകൊണ്ടാ? അവർക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല. എങ്ങനെയാണ് ഇടിമിന്നൽ വരുന്നത് എന്ന് അറിയില്ല. ഇത് നമ്മുടെ കുട്ടികളോട് പറഞ്ഞേ, നമ്മുടെ പാരന്റ്സ് പറയും നമ്മളിങ്ങനെ പാടില്ല, അർജുനൻ അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. നമ്മളിപ്പോ കുട്ടികളോട് പറയുമ്പോ അവര് പറയും അതങ്ങനെയല്ല, ഇത് നമ്മുടെ ക്ലൗഡ്സ് രണ്ടും കൂടി ഇങ്ങനെ എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യുമ്പോ വരുന്ന ആ ഒരു ലൈറ്റ് എനർജി ഹീറ്റ് എനർജി കൂടി ഭൂമിയിലേക്ക് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഇടിമിന്നൽ സംഭവിക്കുന്നത്. അവര് കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അല്ലെ. കാര്യം എന്താണ്, അവർക്ക് റിയാലിറ്റി, അവർക്ക് റിയാലിറ്റിനെ കുറിച്ച് ഇപ്പൊ അവയറാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യർക്ക് ആ റിയാലിറ്റിനെ കുറിച്ച് അറിയാം. A child who has developed certain fear because he suffered from lack of affection required affection or acceptance. ചില ഫിയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ലാക്ക് ഓഫ് അഫെക്ഷനോ അക്സെപ്റ്റൻസോ കുറവ് കാരണമായിരിക്കാം ഈ ഒരു ഫിയർ വരുന്നത്. ഈ കുട്ടികളെ നമ്മൾ നേരത്തെ നമ്മളെ റൂമിൽ നിന്ന് മാറ്റി കിടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിയർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇരുട്ടിനോടുള്ള ഭയം. അപ്പൊ അവർ ചെറുപ്പത്തിൽ എന്ത് ചെയ്യും, ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കാൻ തുടങ്ങും. അപ്പൊ ഒരു ഏജ് കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു ഭയമാണ്. ചെറുപ്പത്തിൽ ഈ ഭയം വരുന്നതിന് മുമ്പേ നമ്മൾ കുട്ടികളെ മാറ്റി കിടക്കണം. എന്നുവെച്ചാൽ അവര് വേറെ റൂമിലാണ് കിടക്കുന്നത്,
എന്നുള്ളൊരു തിങ്കിങ് വരുന്നുണ്ടല്ലോ, അതിലേക്ക് മുമ്പ് മാറ്റണം. ഒരു 3 year ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുട്ടീനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെ ആവും. അത് ശരിക്കും ആ ഒരു ചിന്തിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ. ഇനി educational programs and other activity heads should try to provide concrete facilities and experience so that children and other may be saved avoidable fear. നമ്മൾ അത്യാവശ്യം എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മളുടെ ഇതേപോലുള്ള ഭയങ്ങൾ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവോയ്ഡബിൾ ആയിട്ടുള്ള ഫിയേഴ്സ് നമുക്ക് ഒരു പരിധി വരെ ഇതുവഴി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഒന്ന് ഫിയർ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ആങ്കർ, ദേഷ്യം അല്ലെ. നെക്സ്റ്റ് ഒരു ഇമോഷൻ ആണ് എന്ത് ആങ്കർ എന്ന് പറയുന്നത്. ഇതാരാ ഏറ്റവും കൂടുതൽ ദേഷ്യക്കാർ? പെട്ടെന്ന് ദേഷ്യം വരും എന്ന് പറയുന്ന ആൾക്കാര്, നിർമ്മിതയ്ക്കും ദേഷ്യം വരും. ഓക്കെ, അപ്പോ ദേഷ്യം എന്ന് പറയുന്ന ആങ്കർ നമ്മുടെ ഡെയിലി ലൈഫില് എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കും. നമ്മുടെ എവറിഡേ ലൈഫില് സംഭവിക്കാവുന്ന എപ്പോഴെങ്കിലും വരുന്ന പോകുന്ന ഒരു ഇമോഷണൽ ആങ്കർ. പക്ഷെ ആങ്കർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇമോഷൻ? നിങ്ങളൊന്ന് ആലോചിച്ച്, പോസിറ്റീവ് ഇമോഷൻ ആണോ നെഗറ്റീവ് ഇമോഷൻ ആണോ? നെഗറ്റീവ് ഇമോഷൻ. ഓക്കെ, അപ്പോ കുട്ടികളിൽ എപ്പോഴാണ് ആങ്കർ വരുന്നത്? കുട്ടിയുടെ വിഷ് നമ്മള് റിജക്ട് ചെയ്യുമ്പോൾ, എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുമ്പോ, അല്ലെങ്കിൽ അവരോട് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാൻ പറയുമ്പോ, അൺഇൻട്രസ്റ്റ് ആയിട്ടുള്ള ലെസൺ പഠിപ്പിക്കുന്ന സമയത്ത്, അപ്പോ അവരുടെ ഹാബിറ്റിൽ ഇന്റർഫിയർ ചെയ്യുന്ന സമയത്ത്, പിന്നെ നമ്മൾ ഫേവറിറ്റിസം കാണിക്കുമ്പോൾ, ഇന്നൊരു കുട്ടിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം കാണിക്കുമ്പോൾ, പിന്നെ അവരുടെ സെൽഫ് റെസ്പെക്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ, പിന്നെ ഫിസിക്കൽ ഇൽനെസ് വരുമ്പോ, വിശപ്പ് വരുമ്പോ കുട്ടികൾക്ക് ദേഷ്യം വരാറുണ്ടോ? ഇതല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശപ്പ് വരുമ്പോ, അപ്പൊ ഹംഗറിന്റെ സമയത്തും വരും കുട്ടികൾക്ക് മാത്രമല്ല, എനിക്ക് വിശപ്പ് വരുമ്പോ ദേഷ്യം വരാറുണ്ട്. സത്യമായിട്ടും എനിക്ക് ദേഷ്യം വരും. പണ്ടേ നമ്മള് MT-യില് കോൺവെക്കേഷൻ ഒക്കെ കഴിഞ്ഞ ഒരു ബാച്ചാണ് MT-11 എന്ന് പറയുന്നത്. നല്ല കുട്ടികളാ. അപ്പോ അവരുടെ ബാച്ചില് ടൈം പ്രശ്നമാണ്. ഞങ്ങൾക്ക് ആദ്യം 12:30 to 1 o'clock ആണ്. 1:30 ആണ് ടൈം, ഒരു അവർ. 12:30 to 1:30. ഈ 12:30 to 1:30 ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ടൈമാണ്. ഫുഡ് കഴിക്കുക. ഫസ്റ്റ് ഒരു ഹാഫ് അവറിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് അവർ നമുക്ക് ഫുഡ് ലഞ്ച് ബ്രേക്ക് ആണ്. അപ്പൊ സാധാരണ എനിക്ക് ആദ്യമൊക്കെ 12:30 വരെ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു ബാച്ചിന് കയറണമായിരുന്നു. എനിക്ക് ആദ്യം കുറച്ച് നാളെ എനിക്ക് ദേഷ്യമുള്ള പോലെ ബാച്ചിനോട്. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, എന്താ അവരോട് എനിക്ക് ദേഷ്യം തോന്നുന്നത്? എനിക്ക് തോന്നി ഇത് അവരോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഇത് എന്റെ വിശപ്പിന്റെ വിശപ്പാണ് അതിന് കാരണം എന്ന് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒന്നില്ലെങ്കിൽ അവരുടെ ക്ലാസ്സിന്റെ ടൈമിൽ ചെറിയ സാലഡോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. നമ്മൾ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സാലഡ് കൊണ്ടുപോകും. അപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കും. അല്ലെങ്കിൽ ക്ലാസ്സിന് മുമ്പായിട്ട് ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഫുഡ് കഴിക്കും. അതും നമ്മള് ലഞ്ചായിട്ട് കഴിക്കില്ല. ചിലപ്പോ രാവിലത്തെ സ്നാക്സോ അല്ലെങ്കിൽ രാവിലത്തെ നമ്മള് ഇഡ്ഡലിയോ ഒക്കെ ആണെങ്കിൽ അത് തന്നെ കുറച്ച് കഴിക്കും. കുറച്ച് കഴിക്കുകയാണെങ്കിൽ എനിക്ക് ആ വിശപ്പ് അവിടെ മാറും. അപ്പൊ ആ കുട്ടികളെ അത് അഫക്ട് ചെയ്യാൻ പാടില്ല, അവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല എനിക്ക് അവരോട്
നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വാല്യുബിൾ ആണ്. അപ്പൊ അവരോട് ആ ഫീലിംഗ് നമുക്ക് കാണിക്കാൻ പാടില്ലല്ലോ. അപ്പൊ എനിക്ക് ദേഷ്യം വരുമ്പോ എനിക്ക് വിശപ്പ് വരുമ്പോ ഓട്ടോമാറ്റിക്കലി എനിക്ക് ദേഷ്യം വരും എന്ന് മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്തു, എന്റെ വിശപ്പിനെ ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്യാൻ ചെയ്തു. അപ്പൊ വിശപ്പിന് കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ഫുഡ് കൊടുത്ത് കൺട്രോൾ ചെയ്യാം. അപ്പൊ വിശന്ന് കഴിഞ്ഞാല് എല്ലാവർക്കും അല്ലാണ്ട് ചിലവർക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്റെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആണ് തോന്നുന്നു എനിക്ക് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരുന്നത്. അതേപോലെ എനിക്ക് ടെൻഷൻ വന്നാൽ വിശപ്പ് വരും. എനിക്ക് എക്സാം ഒക്കെ വരില്ലേ, പണ്ടൊക്കെ ഡിഗ്രിയുടെ ഒക്കെ സമയത്തില്ലേ, സാധാരണ എല്ലാ പിള്ളേരും പഠിച്ച് ക്ഷീണിക്കുകയും ടെൻഷൻ അടിച്ചടിച്ച് ക്ഷീണിക്കുകയും ചെയ്യണേ. ഞാൻ എക്സാമിന് സ്റ്റഡി ലീവ് തരും. നമുക്കൊരു 15 days 1 month ഒക്കെ സ്റ്റഡി ലീവ് കിട്ടി കഴിഞ്ഞാല് എക്സാമിന് എഴുതാൻ പോകുമ്പോഴേക്ക് ഞാൻ ഗുണ്ടുമണിയാവും. ഫുഡ് കഴിച്ച് ടെൻഷൻ കാരണം ഫുഡ് കഴിച്ച് ഗുണ്ടുമണി. ബാക്കി എല്ലാവരും ഉറക്കൊളിച്ചിരുന്ന് പഠിച്ച് സ്കെൽറ്റ് ആവുമ്പോ ഫുഡ് കഴിച്ച് ഗുണ്ടായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ ഇമോഷൻസും അത് ഡിഫറെന്റ് ആണ്. അപ്പൊ എനിക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ടെൻഷൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ തോന്നില്ല, ആ ഒരു വിശപ്പ് ഉണ്ടാവില്ല. ചിലർക്ക് എനിക്കാണെങ്കിൽ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ആണോ? എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും അതെ, എനിക്ക് ടെൻഷൻ ആയി കഴിഞ്ഞാൽ വെച്ചാൽ ഞാൻ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ പറയുമായിരുന്നു, ഇനി ഇവളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വീണ്ടും ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്. ഞാനേ ഈ എക്സാം ആവുമ്പോഴാണ് മെയിൻ ആയിട്ട്. എക്സാം ആവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഫുഡ് ഒരു പ്രാവശ്യം ഫുഡ് കഴിക്കും, അപ്പൊ വേഗം കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ചോറ് എടുത്തിടും. അപ്പൊ അമ്മ എന്നെ നോക്കും, ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചോറാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നണേന്ന്. ഒന്നും അറിയില്ല കേട്ടാ. അത് കഴിഞ്ഞിട്ട് അമ്മ ചോദിക്കും, വിശപ്പ് മാറിയാ? പറയാ ആ കുറച്ച് മാറി കുറഞ്ഞിട്ടുണ്ട്, കുറച്ചേരം കഴിഞ്ഞിട്ട് ബാക്കി കഴിക്കാം. അപ്പൊ അമ്മ പറയും എക്സാം ആയിട്ടുണ്ടല്ലേ, എക്സാം അല്ലേ കുഴപ്പമില്ല, നീ കൊണ്ട് പഠിച്ചു. കാരണം എനിക്കറിയാം എനിക്ക് എക്സാം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അമ്മ എക്സാം ആവുമ്പോ കുറച്ച് ചോറ് കുറച്ച് അരി കൂടുതലിടും എന്റെ ഒരു വിശപ്പ് കാരണം. അപ്പൊ നമുക്ക് ആങ്കറിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞോട് സ്മൃതി. അമിത്, ഞാൻ ആ പിങ്ക് ടവറും ടേബിളും ചെയ്തായിരുന്നേ. ആണോ? പ്രസന്റ് ചെയ്യോ? എന്തോ? പ്രസന്റ് ചെയ്യുന്നുണ്ടോ? ആ കാണിക്കാം. ഓക്കെ. ഓക്കെ, പിങ്ക് ടവർ കാണാൻ പറ്റുന്നുണ്ട്. കളർ ടാബ്ലറ്റ്സ് അല്ലേ, നന്നായിട്ടുണ്ട് കേടാ. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am.